ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല അടിപൊളി ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് സാറ്റൻ റിബൺ ഞാൻ എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഓരോന്നും ഒരുക്കി കൊടുക്കണം. ലൈറ്റർ അതിൻ്റെ അടിഭാഗത്തായിട്ട് പിടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ അകത്തേക്കായിട്ട് ഇങ്ങനെ വളഞ്ഞു വരും. നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ പെറ്റൽസ് പോലെ ആയി കിട്ടും. അപ്പോൾ ഓരോന്നും ഇതുപോലെ ഉരുക്കിയെടുക്കണം. ഇത് മൊത്തം ഞാനൊരു 25 പീസോളം ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇനി അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്ത് പശ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. ഏറ്റവും അകത്തെ ഇതളാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ ഫെവി ബോണ്ടിൻ്റെ പശയാണ് കേട്ടോ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. പിന്നെ B7ൻ്റെ പശയാണെന്നുണ്ടെങ്കിലും ഒട്ടിക്കിട്ടും. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പശയാണ് കേട്ടോ. പക്ഷേ ഒട്ടാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ അതിലും ഞാൻ ഇച്ചിരി കൂടെ ഫാസ്റ്റായിട്ട് ഒട്ടുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്കൊക്കെ ചെയ്യാനായിട്ട് ഫെവി ബോണ്ട് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അതിൻ്റെ പുറമെ അടുത്ത ഒരു പെറ്റൽസും കൂടി റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അടുത്ത ഒരു പീസ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കണം. പശ അപ്പോൾ അടച്ചു വെച്ചില്ലെങ്കിൽ ഇതുപോലെയാട്ടോ. എയർ കയറി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഉണങ്ങും അവിടെ ഇരുന്ന്. കണ്ടല്ലോ, ഇതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് പോലെ അടുത്ത ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം ഒരു പീസ് ചുരുട്ടിയെടുത്ത് ഒട്ടിച്ചു. പിന്നെ 2 പീസ്. അടുത്ത ലെയർ വരുമ്പോൾ ഒരു 3 പീസൊക്കെ വരും. എന്നൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഐഡിയയൊക്കെ തന്നെ കിട്ടും കേട്ടോ. ഞാനും ഇതിപ്പോൾ തുടങ്ങിയപ്പോൾ ഇത്രയും സക്സസ് ആകുമെന്ന് വിചാരിച്ചില്ല. ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇനി അതിൻ്റെ പുറമെ അടുത്ത ഒരു പീസും കൂടെ ഒട്ടിക്കുവാണ്. അപ്പോൾ നിങ്ങൾ അടിഭാഗം ലെവലാണോ എന്ന് നോക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഇങ്ങനെ മുകളിലേക്ക് കറക്റ്റ് ആ ലെവലിന് പിടിച്ചിട്ട് ഓരോന്നും ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ സാറ്റൻ റിബൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അധികം വിലയൊന്നുമില്ല സാറ്റൻ റിബൺ. നല്ല കളറ് നോക്കിയിട്ട് സാറ്റൻ റിബൺ സെലക്ട് ചെയ്താൽ മതി. എന്നാൽ ഇതുപോലെ ഒരു ഫ്ലവർ എന്നൊക്കെ പറയുമ്പോൾ ഞാനിതിപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 30 രൂപയ്ക്കൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഓരോന്നും ഇതുപോലെ ഒരു പെറ്റൽസിൻ്റെ അറ്റത്തുനിന്ന് തുടങ്ങുക. അറ്റത്തുനിന്ന് പറഞ്ഞെന്നാൽ ഒരല്പം കയറ്റി അടുത്ത പെറ്റൽസ് വെക്കണം. അതുപോലെ റൗണ്ട് ചെയ്ത് ഓരോന്നും ഒട്ടിച്ചു കൊടുത്താൽ മതി. ചെയ്ത് നോക്കുമ്പം കിട്ടും കേട്ടോ അതിൻ്റെ ഐഡിയ. ഇങ്ങനെ കാണുന്നതിനേക്കാളും നിങ്ങൾ ചെയ്ത് നോക്കുക. കുറച്ച് സമയമൊന്നും മെനക്കെട്ടാൽ മതി.
അപ്പോൾ മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല, എല്ലാ പെറ്റൽസും ഒട്ടിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. അപ്പം വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് ലാസ്റ്റ് ഭാഗം ഞാൻ ഇനി കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ബാക്കിയെല്ലാം ഞാനതുപോലെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലവറിൻ്റെ ലാസ്റ്റ് പെറ്റലും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയായി. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാൻ? ഇനി അതിന് 2 ലീഫും കൂടെ കൊടുക്കാൻ വേണ്ടി ആദ്യം ഞാൻ 4 പീസാണ് കേട്ടോ എടുത്തത്. ഗ്രീൻ കളറ് സാറ്റൻ റിബൺ എടുത്തിട്ടുണ്ട്. ഇനി അത് ആ ലീഫിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും നോക്കിയില്ല, ഫ്ലവറിൻ്റെ ബാക്കിലേക്ക് വെച്ച് നോക്കി അങ്ങനെ ഏകദേശം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അത്രയും നീളം വേണ്ടാന്ന് തോന്നിയപ്പോൾ ഞാൻ അടിവശത്തുനിന്നൊരു കുറച്ചുകൂടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ നല്ല വശം ഉണ്ടല്ലോ, നല്ല വശം അകത്തേക്കാക്കി മടക്കിയിട്ട് സെൻറ്ററിൽ കൂടെ ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ റിബൺ ഉരുകിപ്പോകരുത്, ഒന്ന് ചൂട് തട്ടിയാൽ മതി. അപ്പം ആ മടക്കുപാട് ഇങ്ങനെ വന്നോളും. അതുപോലെ തന്നെ സൈഡിൽ നിന്നും ഇതുപോലെ 2-3 ഭാഗത്ത് മടക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കണം. നമ്മൾ ഈ ലീഫൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ നടുവിലൂടെ ഒരു വര, അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഓരോ വരയൊക്കെ കൊടുക്കാറില്ലേ? ലീഫിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ലീഫിൻ്റെ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ആ ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് അന്നേരം. ഇപ്പുറത്തെ വശത്തും അതുപോലെ തന്നെ ഒരു 2-3 ഭാഗത്തായിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കണം. ഉരുക്കിയല്ല, ഒന്ന് ചൂടാക്കി കൊടുക്കണം. അതിൻ്റെ ഒരു മടക്കുപാട് അവിടെ വന്നാൽ മതി. ലീഫ് നല്ല സെറ്റായില്ലേ? ഇനി അതിൻ്റെ സൈഡും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരിടത്തുനിന്നും നൂലൊന്നും ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം 4 എണ്ണം വെക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ചുറ്റിനും വെക്കാം, ഫ്ലവറിൻ്റെ ചുറ്റിലും വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ 4 പീസ് കട്ട് ചെയ്തെടുത്തായിരുന്നു. പിന്നെ എനിക്കത് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ 2 എണ്ണം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലീഫ് ഒരെണ്ണം അതിൻ്റെ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതും അതിനോട് ചേർത്ത് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ഞാൻ 1 ഇഞ്ച് നീളത്തിലെന്ന് പറഞ്ഞത് ഒരു അല്പം കൂടിയൊക്കെ കൂട്ടിയെടുത്തിട്ട് കുറച്ചുകൂടെ വലിയ ഫ്ലവർ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ചുകൂടെ വലിയ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹെയർ ബാൻഡിലൊക്കെ ചെയ്യാം, വലുത് വേണമെന്നുള്ളവർക്ക്. ഇതൊരു മീഡിയം വലുപ്പമാണ്. ഇതുപോലത്തെ ഫ്ലവർ തന്നെ 2 എണ്ണം 3 എണ്ണം ഒക്കെ ചെയ്തിട്ട് ഹെയർ ബാൻഡിലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫെൽറ്റ് ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ 2 കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ അല്പം പശ തേച്ചിട്ട് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ 2 അറ്റവും പശ തേച്ച് ക്ലിപ്പിലേക്ക് ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തന്നെ പശ തേച്ച് കൊടുക്കണം. അതിന് മുകളിലേക്ക് ആ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി.
നല്ല അടിപൊളി ഒരു അലിഗേറ്റർ ക്ലിപ്പ് റെഡിയായി. അപ്പോൾ ഒഴിവ് സമയങ്ങളിലൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.